ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് ഡാഫോഡിൽ ബി തന്നെയാണ്. ഇന്ന് നമുക്ക് സോയിൽ ക്ലേയിൽ എന്തെങ്കിലും വെച്ചുണ്ട്. ഈ ചെളിയും വെള്ളവും കൊണ്ടുള്ള പരിപാടിയിൽ വൈറ്റ് ഡെസ്കിനെ ഉൾപ്പെടുത്തണ്ട എന്ന് ഓർത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഹ്യൂമൻ ഫിഗർ ആണ്. ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കി അത്ര പരിചയമുള്ളതുകൊണ്ടൊന്നും അല്ല, എന്നാലും എന്റെ ഒരു ആകാംക്ഷ കൊണ്ട് ചെയ്യുന്നതാണ്. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കുന്നത് വെറുതെ ഒന്നും അല്ല, ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നമ്മളെ ഈ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഇല്ലേ? കൊടുക്കുന്ന നമുക്കും കിട്ടുന്നവർക്കും ഒരു പ്രത്യേക തന്നെ സന്തോഷം കാണും. അല്ല, ഈ വയറെന്താ വീർത്തിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ചത് കറക്റ്റ് ആണ്. ഇതൊരു പ്രഗ്നന്റ് ലേഡിയാണ്. ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഹ്യൂമൻ ഫിഗർ ആണ് ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെയെങ്കിലും ആക്കിയെടുത്തത്. അപ്പൊ ഹെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു മെത്തേഡാണ്. ഇത് നോം തന്നെ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ്. പണി പാളിയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിനെ സ്മൂത്ത് ചെയ്തെടുത്ത് ഇങ്ങനത്തെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. സാമ്പാറാവോന്ന് വിചാരിച്ച് ചെയ്തതാണ്, പക്ഷെ ബിരിയാണി കിട്ടിയ സന്തോഷമാണ് എനിക്ക്. പിന്നെ ക്യാമറയുടെ പിറകിൽ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്ത് ഉണക്കിയെടുത്തു. ഇനിയാണ് പെയിന്റിംഗ്. ആദ്യം തന്നെ ജെസ്സ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് വൈറ്റ് കോട്ട് അടിച്ചെടുത്തു. അപ്പൊ തന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇനി പെയിന്റ് അടിച്ചും കൂടി കൊളവാക്കണോന്ന് മനസ്സിൽ ചിന്തിച്ചതാണ്, പക്ഷെ എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് പെയിന്റ് അടിച്ചു. ഒരു പർപ്പിൾ ഗ്രേഡിയന്റ് പോലെയാണ് ഞാൻ കൊടുത്തത്. പെയിന്റിങ്ങിന് ശേഷം വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫെവിക്കോളിലൊന്ന് മുക്കിയെടുത്തു. ഇപ്പൊ റിസൾട്ട് കണ്ടിട്ട് 10ന് എത്ര റേറ്റിംഗ് തരുമെന്ന് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്.